ഒരു വലിയ ഉൽക്ക ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാഞ്ഞു വരുന്ന ഈ ഉൽക്കയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഇത് ഭൂമിയിൽ പതിച്ചാൽ ഭൂമി തന്നെ ഇല്ലാതാവുന്നതാണ്. This is very dangerous. അത് ഭൂമിയിൽ വന്ന് പതിച്ചാൽ ഭൂമി തന്നെ ഇല്ലാതാകും. വേഗം അതിനെ നശിപ്പിക്കണം. I think the game is over. ലോകം അവസാനിക്കുന്നതിനെ ആർക്കും തന്നെ തടയാൻ ആവില്ല. സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ അടുത്ത ഗ്രഹത്തിൽ പോകൂ, എന്നിട്ട് ഉറങ്ങിക്കൊള്ളൂ. കാരണം ഈ ഉൽക്ക ഭൂമിയിൽ പതിച്ചാൽ ഭൂമി ഇല്ലാതാകുന്നതാണ്. അത് തീർച്ച. നമ്മുടെ നേർക്ക് തന്നെയാണ് വരുന്നത്. വേഗം പ്രൊഫസർ ഖന്നയെ വിളിക്കൂ. ഭീമാകാരമായ ഉൽക്ക ഭൂമിയിൽ വന്ന് പതിക്കാൻ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? ഇനി 4 ദിവസം കൂടിയുണ്ട് സർ. പണ്ടാരോ പറഞ്ഞത് വളരെ ശരിയാ, വരാനുള്ളത് വഴി തങ്ങില്ല. എക്സ്പെരിമെന്റിൽ 15,000-ൽ നിന്നും 6 കിലോമീറ്ററായി കുറഞ്ഞിരിക്കുകയാണ്. എന്താ 6 കിലോമീറ്ററോ? ഇത് ഈ ഭൂമി മുഴുവനായി നശിപ്പിച്ചു കളയുമല്ലോ. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ഭൂമി പോയിട്ട് ഒരു പിടി മണ്ണ് പോലും ബാക്കി ഉണ്ടാവില്ല. ഇത് ലോകാവസാനത്തിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും സർ? വേഗം ടീം എക്സിനെ വിളിക്ക്. ഈ അവസരത്തിൽ അവർക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. ഏതോ പുതിയ മെഷീന് വേണ്ടി പോവാണെന്നാ തോന്നുന്നേ. നമ്മള് സെന്ററിലെത്തി. ഓ എന്റെ പൊന്നു മക്കളെ, ഇന്നത്തെ ന്യൂസ് കണ്ടായിരുന്നോ അതോ ഇല്ലയോ? കണ്ടു വലിയച്ചാ. പക്ഷെ എന്താണ് പ്രശ്നമെന്ന് പറ. എന്റെ മോനെ, ഒരു വലിയ ഉൽക്ക നമ്മുടെ ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസത്തിനകം അത് ഭൂമിയിൽ വന്ന് പതിക്കും. പിന്നെ ഭൂമി ഇല്ല. എന്റെ പൊന്നു മക്കളെ, ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അത് തടയണം. അല്ല, നിങ്ങൾ എല്ലാരും ശ്രമിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ ഞങ്ങൾ എന്തിനാ വെറുതെ അത് തടയുന്നേ? അയ്യോ, നിങ്ങൾ തടയേണ്ടത് ആ പാഞ്ഞു വരുന്ന ഉൽക്കയാണ്. അല്ല, എന്തിനാ അതിനെ തടഞ്ഞു നിർത്തുന്നത്? ശൂന്യാകാശത്ത് വെച്ച് തന്നെ അതിനെ നശിപ്പിക്കണം. പക്ഷെ എങ്ങനെയാ 4 കിലോമീറ്റർ ഉണ്ടെന്നാ ഞങ്ങൾ അറിഞ്ഞത്. എന്റെ മക്കളെ, നിങ്ങളുടെ ഡ്രസ്സിൽ ഞാൻ ലേസർ ഗൺ ഫിറ്റ് ചെയ്ത് തരാം. പിന്നെ അതിനെ നശിപ്പിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ബോംബും തരാം. പിന്നൊരു കാര്യം, സമയം വളരെ കുറവാണ്. നിങ്ങൾ നാളെ രാവിലെ തന്നെ അതിനു വേണ്ടി പുറപ്പെടണം. ഇന്ന് നിങ്ങൾക്ക് അതിന് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടാകും. അതെ മോനെ, അന്തരീക്ഷത്തിൽ മൂവ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വരൂ, ട്രെയിനിങ് തുടങ്ങാം. ഇടയ്ക്കൊക്കെ ഞാൻ എന്റെ തന്നെ ഫാനായിട്ട് മാറാറുണ്ട്. നിരീക്ഷണത്തിന്റെ അറിയിപ്പ്, വൈകാതെ തന്നെ ഉൽക്ക ഭൂമിയിൽ പതിച്ച് ഭൂമി ഇല്ലാതാകുന്നതാണ്. ചേട്ടാ, ഈ ചാനലുകാർ എന്തൊക്കെയാ പറയുന്നേ? ഇവന്റെയൊക്കെ പറച്ചിൽ കേട്ടാലേ TV കയറി ഇടിക്കാൻ തോന്നും. എന്റെ ഉവ്വേ, ഞാനും കേട്ടതാ. ആ ഉലോ വന്ന് ഭൂമിയിൽ വീഴുമെന്നല്ലേ പറഞ്ഞതാ. ഒന്നും നടക്കാൻ പോകുന്നില്ല. ചേട്ടാ, അത് ഉലുവയല്ല, ഉൽക്കയാണ്. അതെ, അങ്ങനെയും പറയാം. ചേട്ടാ, അതെങ്ങാനും ശരിക്കും ഇടിച്ചാലോ?
അത് മറ്റുള്ള ഗ്രഹങ്ങളിൽ പോയി ഇടിക്കാതെ ഭൂമിയിൽ തന്നെ വീഴാനായിട്ട് അത് നിന്റെ പെങ്ങളുടെ മോനൊന്നും അല്ലല്ലോ അല്ലേ? മര്യാദയ്ക്ക് മിണ്ടായിരുന്നോ? എനിക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതാ. ചേട്ടൻ പറഞ്ഞത് ശരി തന്നെയാ. ഇങ്ങനെ ബോഡി ഉണ്ടാക്കിയാലേ ഉൽക്ക വന്ന് ഇടിച്ചാലും നമുക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. വഴുതനങ്ങ കിലോ 100 രൂപയോ? മെറ്റിയോറൈറ്റ് ഉൽക്കയുടെ ലക്ഷ്യം ഭൂമിയിലേക്ക് തന്നെയാണ്. ഭൂമിക്കുണ്ടാകാൻ പോകുന്ന നാശം തടുക്കാൻ പറ്റില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവിടെ വരൂ. വഴുതനങ്ങ കിലോ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എടോ 100 രൂപയുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് പത്രത്തിന്റെ 1 മാസത്തേക്കുള്ള കാശ് കൊടുക്കാം. എന്നാ സാറ് പത്രം കഴിച്ചാ മതിയെന്ന്. ഞാൻ ഈ വഴുതനങ്ങ കിലോയ്ക്ക് 90 രൂപ മാത്രമേ തരികയുള്ളൂ. അയ്യോ എന്റെ പൊന്ന് സാറേ, ഉൾക്ക വന്ന് ഇടിച്ചിട്ട് ലോകം തന്നെ നശിക്കാൻ പോവുക. പിന്നെ ഒരു 10 രൂപ ലാഭിച്ചിട്ട് എന്നാ കിട്ടാനാ? ഇവിടെ വരൂ. തനിക്ക് എന്തായാലും നല്ല ബുദ്ധിയുണ്ട്. തന്റെ ബുദ്ധിപരമായ വാക്കുകളിലൂടെ ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് ഞാനിപ്പോഴാണ് ബോധവാനായത്. അപ്പൊ താൻ ഈ 90 രൂപ ഈടാക്കിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന് നല്ലത് ഞാൻ ഈ വഴുതനങ്ങ ഫ്രീ ആയിട്ട് എടുക്കുന്നതാണ്. മനസ്സിലായോ? സാറേ അയ്യോ. ഇനി 3 ദിവസം മാത്രം. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഉൽക്ക ഭൂമിയുമായി കൂട്ടിമുട്ടി ഭൂമി തന്നെ ഇല്ലാതാകുന്നതാണ്. എല്ലാവരും ലംബോ സിംഗിനെ നോക്കി ചിരിക്കുകയായിരുന്നില്ലേ? എനിക്കറിയാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാം നശിപ്പിക്കും ഞാൻ. എനിക്കാരുടെ സഹായം വേണ്ട. സർവൻസ്, ഇടാ ഞാൻ വീണത് കണ്ടില്ലേ? എനിക്ക് ഹെൽപ്പ് വേണ്ട. എന്തോന്ന് ഹെഡ് മാസ്റ്റർ, എന്നെ പിടിച്ചെന്നേൽപ്പിക്കേ. അല്ല, സാർ തന്നെയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് സാറിന് ഹെൽപ്പ് ഒന്നും വേണ്ടത്? ഓഹോ സാറേ, ചൊവ്വാഴ്ച ചൊവ്വയിൽ ഉണ്ടാക്കിയ ചായയും വടയും തരട്ടെ. എനിക്ക് ചൊവ്വയിലെ ചായയും വേണ്ട, വ്യാഴത്തിലെ വടയും വേണ്ട. പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്ന്. അല്ലെങ്കിൽ തന്നെ എന്റെ വയറ്റിന് സുഖമല്ല. എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട. ഈ ലംബോ സിംഗിനെ അവർ എക്സെൻട്രിൽ നിന്നും പുറത്താക്കിയില്ലേ? എന്നെ ഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചു. ഞാൻ ഉണ്ടാക്കിയ മെട്രോയിഡ് ലോകത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്നതാണ്. ആരുടെയും ഹെൽപ്പ് എനിക്ക് വേണ്ട. നിങ്ങൾക്കിനി സ്വസ്ഥമായി ഉറങ്ങാം. അത് മൂറക്ക ഗുളിക കഴിക്കാതെ തന്നെ. കാരണം ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്ന ഉൽക്കയെ നശിപ്പിക്കാൻ പോവുകയാണ് ടീം എക്സ്. ഇനിയുള്ള ലോകത്തിന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ ടീം എക്സിലാണ്. മറ്റുള്ളവർക്ക് ഇതേക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ടീം എക്സ് ഈ ദൗത്യം ഏറ്റെടുത്തത് കൊണ്ട് എനിക്ക് യാതൊരു സംശയവും തന്നെ ഇല്ല. അവർ നമ്മുടെ ഭൂമിയെ തീർച്ചയായും രക്ഷിക്കും. ഇവിടെ വരൂ. ഇനി നിങ്ങളുടെ ക്യാമറ കണ്ണ് നന്നായി തുറന്ന് നിങ്ങളുടെ ആ വളരെ ചെറിയ 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 ചെവി കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. ടീം എക്സ് ഈ മിഷൻ ഉറപ്പായും പൂർത്തിയാക്കും. മനസ്സിലായോ? ഐ തിങ്ക് ടീം എക്സിന് ഇത് തീർച്ചയായും സാധിക്കും. എന്റെ കൈ കൊണ്ടൊരെണ്ണം തന്നുണ്ടല്ലോ. തനിക്ക് എന്താ ടീം എക്സിൽ വിശ്വാസമല്ലേ? അവര് പോയി കഴിഞ്ഞാലേ ആ ഉൽവയെ തവിട് പൊടിയാക്കിയിട്ട് തിരിച്ചു വരുള്ളൂ. അതെ, അതിനെ അവര് പപ്പടാക്കിട്ടേ വരുള്ളൂ. TV തുറന്നു കഴിഞ്ഞാൽ ന്യൂസാണ്. ടീം എക്സ് പണ്ടേ സ്റ്റാർ ആണ്. അടികൈ നിങ്ങൾ കണ്ടില്ലേ? ടീം എക്സ് ഇതിൽ വിശ്വാസമുണ്ട്. കൂടാതെ ഈ മിഷൻ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ചാനലായിരിക്കും, അതും ലൈവായി. മക്കളെ, നമുക്ക് 29-ാം തീയതിയാണ് ആ ഉൽക്കയെ നശിപ്പിക്കേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? വരൂ, നമുക്കിനി ട്രെയിനിങ് ആരംഭിക്കാം. എടാ, നീ ട്രെയിനിങ് ചെയ്യാണോ അതോ മറൈൻ ഡ്രൈവിൽ ഈവനിംഗ് വാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ഐഡിയ.
എന്റെ മേ എടാ പോപ്പട്ടെ, നീ എന്തായി ചെയ്യുന്നത്? ആ നിനക്ക് ഞാൻ ട്രെയിനിങ്ങിന്റെ ഫീൽ തന്നതാ. ആ അയ്യോ ഞാനിപ്പോ വീഴും. ഇതൊന്ന് നിർത്തണേ. അയ്യോ ആ, നമ്മളിത് എങ്ങോട്ടായി പോകുന്നേ? നമ്മൾ സീറോ ഗ്രാവിറ്റി ട്രെയിനിങ്ങിന് വേണ്ടി പോവുകയാണ്. കേറി വരുന്നടാ മക്കളെ. ഇനിയാണ് ശരിക്കുമുള്ള ട്രെയിനിങ്. കുട്ടികളെ ശ്വാസം ആഞ്ഞു വലിക്കൂ, പ്രാണായാമം ചെയ്യൂ. ഇതൊന്ന് നിർത്തിയാലല്ലേ ശ്വാസം എടുക്കാൻ പറ്റൂ. സംശയമുണ്ടോ? എന്റെ അമ്മേ, ഈ സീറോ ഗ്രാവിറ്റിയിൽ നിൽക്കാൻ ഭയങ്കര പാട് തന്നെ. എന്റെ തല കറങ്ങുന്നു. പിന്നെ മക്കളെ, ശൂന്യാകാശത്തുള്ള നോർത്ത് ഏരിയയിൽ വെച്ചാണ് നിങ്ങൾ ആ ഉൽക്കയെ നശിപ്പിക്കേണ്ടത്. ഈ ലേസർ ഗൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും തകർക്കാൻ പറ്റും. എടാ, ശരിക്കും ഇത് അപകടകാരിയാണ്. കൂടാതെ ഇതാണ് മക്കളെ നിങ്ങൾക്കുള്ള ടീം എക്സ് സ്പേസ് സ്യൂട്ട്. വേഗം റെഡി ആയിക്കൊള്ളൂ. പക്ഷെ അത് എങ്ങനെയാ 2 മണിക്കൂറിൽ ആ ഉൽക്ക ഭൂമിയെ തന്നെ നശിപ്പിക്കില്ലേ? Good to go, Team X. Ready? Yes, sir. 3, 2, 1. ഇനി എല്ലാവർക്കും സുഖമായി ഉറങ്ങാം. ഇപ്പോഴിതാ പുറപ്പെട്ടിരിക്കുന്നു ടീം എക്സ്. ഞങ്ങളിതാ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, വല്ലതും നടക്കോ? എടാ, അവരാ ഉലുവയെ തവിട് പൊടിയാക്കും. എന്റെ ചേട്ടാ, ഉലുവയല്ല, ഉൽക്ക. എടാ, നമ്മുടെ ടീം എക്സ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി പോവുകയല്ലേ. അപ്പൊ പിന്നെ 2 ഉലുവയും കൂടെ തവിട് പൊടിയാക്കിയെന്ന് വെച്ച് എന്താവാനാ? ലോകത്തുള്ളവരെല്ലാവരും മധുരം കഴിക്കും. ടീം എക്സ് ആ ഉൽക്ക നശിപ്പിക്കുന്നതിൽ തീർച്ചയായും വിജയിക്കും. അടികൈ. അതെ കൊച്ചളിയ, ഇതെന്തേ സംഭവിക്കുന്നത്? നമ്മളെ സ്പേസിൽ വിട്ടിരിക്കുകയാണ്. ഇനി ഈ റോക്കറ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ഞാൻ ഇഗ്നിഷൻ ഓൺ ചെയ്യാം. നമ്മളാ ഉൽക്കയുടെ അടുത്ത് എത്താൻ പോവുകയാണ്. റെഡി? ആ കാണുന്നതാണ് ഉൽക്ക. ഇതിനെ ഞാൻ തന്നെ തവിട് ഞാൻ പൊടിയാക്കും. റോക്കറ്റിനെ ഓട്ടോ പൈലറ്റിലാക്കാൻ പോവുകയാണ്. ഇനി ആ ഉൽക്കയുടെ അടുത്തേക്ക് നമ്മൾ നമ്മുടെ സ്പേസ് സ്കൂട്ടറിൽ പോകും. സംശയമുണ്ടോ? എല്ലാവരും വേഗം സ്പീഡ് ഓൺ ചെയ്യുക. അയ്യോ, ഈ ഉൽക്ക ഇത് എങ്ങോട്ടാ പോകുന്നത്? സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാ. ഞാൻ അതിന്റെ മുകളിൽ കയറി അതിനെ തവിട് പൊടിയാക്കാം.
ആ ഉൽക്കയിൽ ആരോ ഉണ്ട്. ആരോ എന്നെ പിടിച്ച് തള്ളിയതാ. ആന്റി ഗ്രാവിറ്റി അറ്റാക്ക്. സംശയമുണ്ടോ? ഇതിനെ ദൂരെ നിന്ന് തന്നെ ലേസർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാം. ഇതിപ്പോ ഉൽക്കയ്ക്ക് പകരം നമ്മുടെ റോക്കറ്റ് ആണല്ലോ ബ്ലാസ്റ്റ് ആയത്. സംശയമുണ്ടോ? സ്കൂട്ടറിൽ നിന്ന് പിടിവിടരുത്, അല്ലെങ്കിൽ ഈ ശൂന്യാകാശത്ത് നമ്മൾ പെട്ടുപോകും. പോപ്പട്ടെ, കൈതാ. കൂട്ടുകാരെ, ഇത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളുമൊക്കെ വളരെ വലിയ പ്രശ്നമാണ്. അതെങ്ങനെ? ഈ ഉൽക്ക ആന്റി ഗ്രാവിറ്റി പവറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അറ്റാക്ക് ചെയ്യുന്നിടത്തൊക്കെ അത് രക്ഷാകവചം തീർക്കും. അപ്പൊ വലിയ ഹൈടെക് ആൻഡ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഉൽക്കയാണല്ലോ ഇത്. അല്ല, ഇത് ഭൂമിയെ നശിപ്പിക്കുവാൻ വേണ്ടി ഏതോ മനുഷ്യൻ നിർമ്മിച്ച ഉൽക്കയാണ്. അതിന്റെ അർത്ഥം ഭൂമിയെ ആരോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ ഈ ഉൽക്കയെ മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സംശയമുണ്ടോ? അതെ, പക്ഷെ അത് ആരാണ്? ഈ ആന്റി ഗ്രാവിറ്റി റേസ് സൗത്തിൽ നിന്നാണ് വരുന്നത്. അല്ല, ഈ സൗത്ത് എന്ന് പറയുമ്പോ അത് ബാംഗ്ലൂരിൽ നിന്നാണോ ഹൈദരാബാദിൽ നിന്നാണോ? ശൂന്യാകാശത്തുള്ള സൗത്ത് ആണ് കഴുതേ. സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല. അത് ആരാണെങ്കിലും സൗത്ത് സൈഡിൽ നിന്നുള്ള ഗ്രഹത്തിൽ നിന്നാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ എവിടെ നിന്നാ? ഈ ഗാലക്സിയിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. ലൈഫ് ഉള്ളത് ഒരേ ഒരു ഗ്രഹത്തിന് മാത്രമാണ്. റിസർച്ചുകൾ പറയുന്നത് അവിടെ ഏലിയൻസ് ഉണ്ടെന്നാണ്. അത് ശരി. അപ്പൊ ഇതാ ഏലിയൻസിന്റെ പണിയായിരിക്കും. പക്ഷെ അവിടെ എത്താനായിട്ട് നമുക്ക് 2 ദിവസമെങ്കിലും എടുക്കും. പക്ഷെ നമ്മുടെ റോക്കറ്റ് ആണെങ്കിൽ നശിച്ചു പോവുകയും ചെയ്തു. വരൂ, നമ്മുടെ സമയം പരിമിതമാണ്. ഇന്നത്തെ ഫ്ലാഷ് ന്യൂസ്. ടീം എക്സ് ആ ഉൽക്കയുടെ അടുത്തു നിന്നും ദൂരേക്ക് പോവുകയാണ്. അവർ എന്തെങ്കിലും പ്രശ്നത്തിലാണോ? വീടിനടുത്തുള്ള കടയിൽ നിന്നാണ് ഞാൻ പച്ചക്കറി വാങ്ങുന്നത്. ഈ കുട്ടികൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അടികൈ. ഈ ടെൻഷൻ പിടിച്ച സമയത്താണോ സാർ ഇങ്ങനെ കവിത ചൊല്ലുന്നത്? ഓ, ഇതിന്റെ കാര്യം എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വല്ലാതെ ടെൻഷൻ തോന്നുന്നുണ്ട്. ഓ, ടീം എക്സ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. മിഷൻ ഫെയിൽ ആകുമോന്ന് ആശങ്കയുണ്ട്. പേടിത്തൊണ്ടന്മാര് സ്വന്തം കയ്യിൽ പേടിച്ചു ഓടുകയാണ്. എന്നെ എങ്ങനെ അയച്ചിരുന്നെങ്കിൽ എന്റെ ഈ 2000 കിലോ കൈകൊണ്ടടിച്ച് ആ ഉൾക്കയെ തവിടുപൊടിയാക്കുമായിരുന്നു. ചേട്ടാ, ഇവന്റെ ബെഡായി എന്തായാലും കുറച്ച് കൂടുന്നുണ്ട്. അതെ മച്ചാനെ, ദൈവം വാദമെന്നും പറഞ്ഞ് എന്ത് തോന്നിവാസം വിളിച്ചു പറയരുത് ഇങ്ങനെ കേട്ടോ. വലുത് മനസ്സിലായോ? എടാ, നീയൊക്കെ സ്വന്തമായിട്ട് മിണ്ടാതിരിക്കുന്നോ അതോ എന്റെ കയ്യിൽ 2 വാങ്ങിച്ചു പിടിക്കുന്നോ? ആദ്യം അവർ എന്താ ചെയ്തത് നമുക്കൊന്ന് നോക്കാന്നേ. അയ്യോ, ഇവരിത് എങ്ങോട്ടായി പോകുന്നത്? അയ്യോ, എന്റെ പിള്ളേരെല്ലാം ഇപ്പൊ അപകടത്തിലോട്ടാണല്ലോ പോകുന്നത്. സ്റ്റേറ്റ്മെന്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. നിങ്ങൾ കുറങ്ങാൻ ഇനി പുതിയ ഗ്രഹത്തിലേക്ക് പോകേണ്ടി വരും. കാരണം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ടീം എക്സിന് ഉൽക്കയെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വരൂ. തന്റെ മുഖമോ ഒട്ടും നല്ലതല്ല. എങ്കിലും നല്ല കാര്യം എന്തെങ്കിലും പറഞ്ഞുകൂടെ? തന്റെ ഈ മൂങ്ങയെ പോലെ ഇരിക്കുന്ന മുഖത്തുള്ള പല്ലിയെ പോലുള്ള ഈ ചുണ്ട് അടച്ചു വെക്കൂ. നീ കൂടുതൽ വിളച്ചിലെടുത്താൽ കയ്യും കാലും കൂട്ടിക്കെട്ടി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടിഞ്ഞാൽ. സോറി. ടീം എക്സ് എന്നെ പിടിക്കാൻ വേണ്ടിയുള്ള വരവാണോ? എന്താ കുട്ടികളെ, നിങ്ങൾക്ക് അറിയില്ലേ, ഈ ലംബുവിനെ പിടിക്കുന്നത് ബുദ്ധിമുട്ടൊന്നല്ല, അസാധ്യമായ കാര്യമാണ്. ഇപ്പൊ കാണിച്ചു തരാം ലംബു സിംഗിന്റെ ബുദ്ധിയുടെ പവർ.
എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ പോകൂ, പോയിട്ട് അവന്മാരെ അവിയൽ വരുമാക്കി എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഇനി ഞാനൊന്ന് കാണട്ടെ ഈ ലംബൂന് അവരെങ്ങനെ കണ്ടെത്തുമെന്ന്. നമ്മളിതാ എത്താറായി. വല്ലാതെ വിശക്കുന്നുണ്ട് കൊച്ചളിയാ. അണി ആദ്യം നമ്മൾ വന്ന ജോലി തീർക്കാം, അതിനുശേഷമാണ് ബാക്കിയൊക്കെ. നമ്മുടെ അടുത്തേക്ക് ചില സ്പേസ് ക്രാഫ്റ്റ്സ് ഒക്കെ വരുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഹായ്, ആരെങ്കിലും നമുക്ക് വേണ്ടി ഭക്ഷണം അയച്ചതാവും. അതെ ആയിരിക്കും. നിന്റെ അമ്മുമ്മയുണ്ടല്ലോ ശൂന്യാകാശത്ത്, അവരയച്ചതാകും. സ്പേസ് ലഡ്ഡു. എന്റെ അമ്മി, ഇത് ലഡ്ഡു ഒന്നും അല്ല. എന്താ ഇതെന്താണാവോ അടുത്ത പണി? അയ്യോ, എന്റെ അമ്മി, ഇതാണെങ്കി പുറകിന്ന് മാറുന്നില്ലല്ലോ. ഇവന്മാരെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്ക്. സംശയമുണ്ടോ? അസിസ്റ്റൻസ്, അസിസ്റ്റൻസ്. മുടിയിൽ തട്ടി വീണു. സാറിനൊന്ന് കുറച്ച് മുറിച്ച് കളഞ്ഞൂടെ? അയ്യോ, അതിനാകെ കുറച്ച് മുടിയല്ലേ ഉള്ളൂ. അതുകൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ കുരുട്ട് ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കും? അത് ശരിയാ. അതിനേക്കാൾ നല്ലത് തലവെട്ടുന്നതാ. ഒരു ചൊവ്വ ചായ എടുത്താലോ? വേഗം വേഗം ഒന്ന് എടുക്കടാ. അയ്യോ നിക്ക് സാറേ, ഒരു 2 മിനിറ്റ്. ചായ ഞങ്ങൾ ഇപ്പൊ എടുത്തോണ്ട് വരാം. എടാ കഴുതകളെ, ഞാൻ എന്നെ എടുക്കാനാ പറഞ്ഞത്. എനിക്ക് ഹെൽപ്പ് വേണ്ട. അയ്യോ എടാ കഴുത, നീ എന്തിനാ വിട്ട് കളഞ്ഞ്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? സാറല്ലേ പറഞ്ഞത് ഹെൽപ്പ് ഒന്നും വേണ്ടത്. എടാ, നീ എന്റെ കൂട്ടുകാരനല്ലായിരുന്നെങ്കിലേ നിന്റെ കാര്യം പണ്ടേ പോയരെ. ഒരു ചൊവ്വാഴ്ച ഞാൻ പറയുന്നത് സൂക്ഷിച്ച് കേട്ടോ. ശൂന്യാകാശത്ത് ടീം എക്സ് എന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നെ പിടിക്കാൻ വേണ്ടിട്ട് അവർ എപ്പോൾ വേണമെങ്കിലും ഈ ഗ്രഹത്തിലേക്ക് വരാം. എന്താ ചൊവ്വയിലെ ചൊവ്വാഴ്ച എടുക്കട്ടെ? എടാ, അവര് വരുന്നത് നമ്മുടെ സാറിനെ പിടിക്കാൻ വേണ്ടിട്ടാ. അപ്പോഴാ അവൻ അവന്റെ ഒടുക്കത്തെ ചായ സൽക്കാരം കൊണ്ട് വന്നിരിക്കുന്നത്. എടാ, അത് ഞാൻ പറഞ്ഞു ശീലിച്ചോണ്ട് അത് മാത്രമേ എന്റെ വായിൽ വരൂ. വായിക്കോ. എപ്പ നോക്കിയാൽ രണ്ടും കൂടെ അടിപിടിയേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ റെഫറി തരട്ടെ. ഏതായാലും റെഫറിയുടെ ആവശ്യമൊന്നും വരില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ആൾക്കാരെ എല്ലാം ഉടൻ തന്നെ ഇങ്ങോട്ട് വരാൻ പറയൂ. ടീം എക്സ് ഈ ഗ്രഹത്തിലേക്ക് ഇറങ്ങിയാൽ ഉടൻ തന്നെ അവരെ പിടികൂടണം. കിട്ടിയാൽ ഉടൻ തന്നെ വിവരം അറിയിക്കണം. എങ്കിലൊരു ചൊവ്വാഴ്ച പോകുന്നതിന് മുമ്പ് ഒരു കപ്പ് ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോകൂ. ഈ വീട്ടിൽ നിങ്ങൾക്ക് ഉൽക്കയുടെ യാതൊരു ശല്യവും ഉണ്ടാവില്ല. കണ്ടോളൂ. ഹായ്. ഞങ്ങൾക്ക് വേണം ഈ വീട്. ഇനി ഉൽക്ക കാരണം ഞങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാവില്ല.
ആഗ്രഹം തന്നെയാണ്. വരൂ. ദാ നോക്കിയേ, അവിടെ ആയിട്ട് കുറച്ചു പേര് നിപ്പുണ്ട്. സംശയമുണ്ടോ? ഞങ്ങൾക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ബുദ്ധിപരമായി ഒരു സഹായം നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യില്ല. എന്നാ പിന്നെ ബുദ്ധി ഉപയോഗിക്കാതെ ഹെൽപ്പ് ചെയ്തൂടെ? ഈ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരു ചായ എടുക്കട്ടെ, അതും ചൊവ്വയിലെ ചൊവ്വ ചായ. ആ, എനിക്കുള്ള ചായയിൽ പാല് കുറച്ച് കൂടുതൽ ഒഴിച്ചോ. അയ്യോ, ബോക്സിലൊന്നും വേണ്ട, എനിക്ക് ചായ ഗ്ലാസ്സിൽ മതി. എടാ, നീ എന്താ കളിയാക്കാണോ? അല്ലെങ്കിൽ നിന്റെ ഈ രൂപം കണ്ടിട്ടേ എനിക്കൊന്ന് കളിയാക്കണം തോന്നുന്നുണ്ട്. വേണ്ട, കളി വേണ്ട. അല്ല, നിങ്ങളൊക്കെ എന്താ കളിക്കവിളെന്നാണോ വരുന്നത്? ഇവരെ പിടിച്ച് നമുക്ക് സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇത് അവരാണ് നമ്മുടെ ഉൾക്കയെ നശിപ്പിക്കാൻ വന്നവർ. അയ്യോ, ഇത് അപകടമാണ്. വേഗം സാറിന് വിവരം അറിയിക്കൂ. അയ്യോ സാർ, രക്ഷിക്കണം. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉമാര ഉൾക്കെ നശിപ്പിക്കും. എല്ലാവരും മുകളിലേക്ക് വാ. ശ്രദ്ധിക്കൂ, നമ്മുടെ സമയം പരിമിതമാണ്. എല്ലാത്തിനും പടപടാതെ അടിച്ചൊതുക്കി ജോലി തീർക്കണം. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഇവരിടയ്ക്ക് ഏതോ ഒരു സാറിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അയാളെ ഉടനെ തന്നെ കണ്ടെത്തണം. അയാളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി കൊച്ചളിയ? അവർ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു നമ്മൾ ആ ഉൽക്ക നശിപ്പിക്കാൻ വേണ്ടി വന്നാന്ന്. അതുകൊണ്ട് നമുക്ക് അയാളെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അത് എങ്ങനെയാ? 2 മണിക്കൂറിൽ ആ ഉൽക്ക ഭൂമിയെ തന്നെ നശിപ്പിക്കില്ലേ? ഐഡിയ. നമുക്ക് ഇവരുടെ മുമ്പിൽ തോൽക്കാം. എങ്കിൽ ഇവർ നമ്മളെ പിടിച്ചു കൊണ്ടുപോയി അയാളുടെ മുന്നിൽ എത്തിക്കും. ഇവരെ എടുത്തോ. നമുക്ക് വേഗം സാറിന്റെ അടുത്തേക്ക് പോകാം. നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. കണ്ടോ? അയ്യോ, ആകെ മൊത്തം പ്രശ്നമായല്ലോ. ടീം എക്സ് പിടിക്കപ്പെട്ടു. എന്റെ പിള്ളേരെ കൊണ്ട് ഇവന്മാരിത് എങ്ങോട്ടായി പോകുന്നത്? ഇനി 2 മണിക്കൂറേ ബാക്കിയുള്ളൂ.
അവസാനം ഞാൻ പിടിച്ചു. ഇനി എനിക്ക് എളുപ്പമൊന്നും വേണ്ട. നിൽക്കൂ, നിൽക്കാൻ. ഇപ്പൊ ലംബുവിന് നിങ്ങളുടെ സഹായം വേണം. ആരാണ് ഈ ലംബു? ഞാൻ തന്നെയാണ്. അതെന്താ ഈ ലംബു കണ്ടിട്ടാണെങ്കിൽ ഒരു സിഗരറ്റ് ലാമ്പിന്റെ അത്രേ ഉള്ളല്ലോ. എടാ, അത് എന്റെ പേരാണ്, ലംബു സിംഗ് ലാംബ. അയ്യോ, ഇതൊക്കെ ചെയ്തിരുന്നത് പ്രൊഫസർ ലാംബയായിരുന്നു. ചപ്പാത്തി കൂട്ടാൻ പരിപ്പ് കറി ബെസ്റ്റ് ആണ്. ഈ സയന്റിസ്റ്റ് ലാംബയുടെ മേറ്റർ എന്താണ്? അത് പിന്നെ ഇയാളൊരു സൈക്കോ സയന്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇയാളെ റിസർച്ച് സെന്ററിൽ നിന്നും പുറത്താക്കിയതായിരുന്നു. കാരണം ഈ വട്ടന് ചന്ദ്രനിൽ പോയി താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇവിടെ വരൂ. അതെ, ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. അതും ശരിയാണ്. ശ്രദ്ധിക്കൂ കുട്ടികളെ, നിങ്ങൾ നാടിന്റെ അഭിമാനമാണ്. പറക്കുന്ന വിമാനമാണ്. ആ ലംബുവിന്റെ മുടിയിൽ പിടിച്ച് നിലത്തടിച്ച് ഈ ലോകത്തെ രക്ഷിക്കൂ. ഈ ലംബുവിന്റെ പവർ എന്താണെന്ന് ഇനി നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്കിനി ഹെൽപ്പ് ആവശ്യമില്ല. 1 മണിക്കൂറിനുള്ളിൽ നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കി അതൊരു കുപ്പിയിലാക്കി നിന്നെ ഞങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുപോകും. സംശയം ഉണ്ടോ? ഇനി 1 മണിക്കൂറേ ബാക്കിയുള്ളൂ. എന്റെ ദൈവമേ, ഇനി 25 മിനിറ്റേ ബാക്കിയുള്ളൂ. ടീബെക്സ്, വേഗം ഭൂമിയെ രക്ഷിക്ക്. ചണ്ഡീഗഡിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭൂമി എങ്ങനെ ഇല്ലാതായ ആ പൈസ വെറുതെ വേസ്റ്റ് ആവും. എടോ കന്നെ, ഇവിടെ ഭൂമി പോലെ ഇല്ലാതാകുമ്പോ താനെന്താ കാശുകൊണ്ട് അച്ചാറുണ്ടാക്കി തിന്നുവോ? ചേട്ടാ, അച്ചാറിനെ കുറിച്ച് പറയല്ലേ, എന്റെ വായില് വെള്ളം ഊറുവാ. എന്റെ ശ്വാസം മുട്ടുന്നേ, തല കറങ്ങുന്നേ. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എന്തായാലും ചേട്ടന്റെ പുറത്തിരിക്കാം. എന്നിട്ട് ഇവിടുന്ന് പറന്ന് അടുത്ത ഗ്രഹത്തിലേക്ക് പോകാം. എടാ മണ്ട, ഞാൻ തത്തയാ, സാറ്റലൈറ്റ് റോക്കറ്റ് ഒന്നുമല്ല ഇത്രയും ദൂരം പറന്നു പോകാനായിട്ട്. ഇല്ല, നമ്മളിനി രക്ഷപ്പെടില്ല. 5 മിനിറ്റും കൂടിയേ ഉള്ളൂ. നിങ്ങൾ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനി 5 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ച് ആ ലിവർ താഴേക്ക് വലിച്ച് ഉൾക്കയെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്കാവില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എടാ പമ്പര വിഡ്ഢി, മണി, ആ കാണുന്ന ലിവർ താഴേക്ക് വലിക്കണം. ആ ലിവറിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാനാവില്ല. കലക്കി ഹണി ബണി, തകർത്തു. അടിപൊളി ഹണി ബണി, അടിപൊളി.
അടിക്കവരെ. ബണ്ണി 2 മിനിറ്റേ ബാക്കിയുള്ളൂ. ആ ഉൽക്കയെ തടയ്, വേഗം തടയ്. വിടരുതവന്മാരെ, ചൊവ്വയിലെ ചായ എടുക്കട്ടെ. എന്താ പിന്നെ ചായ മാത്രം ആക്കട്ടെ, ജിലേബി ലഡു എല്ലാം എടുത്തോ. നിന്റെ മോളെ പെണ്ണ് കാണാൻ വന്നവരല്ലേ ഇവര്. അതിനെ തടയാൻ പറ്റില്ല. അത് ഓട്ടോ സിസ്റ്റമാണ്. അത് ഇടിച്ച് മാത്രമേ നിൽക്കുകയുള്ളൂ. അതെ, ആ ലിവർ താഴ്ത്തിയാൽ നമുക്ക് ആ ഉൽക്കയുടെ ദിശ മാറ്റി വിടാൻ പറ്റുമല്ലോ. കഴുതേ, എന്താ പറയേ? അയാളല്ല, ഞാൻ പറയുന്ന കേക്ക്. ആ ലിവർ താഴേക്കാക്ക്. ഒരു മിനിറ്റ് മാത്രം ബാക്കി. സംശയമുണ്ടോ? ഭൂമിയെ രക്ഷിക്കാനാവില്ല. എനിക്ക് ഹെൽപ്പ് വേണ്ട. നോ. സാർ, ആ ഉൽക്ക അതിന്റെ ദിശ മാറ്റിയിരിക്കുകയാണ്. നന്മയുടെ നിറമാണ് വെള്ള, തിന്മയിന് ഇല്ലേ ഇല്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്റെ ടീം എക്സ് ഈ ലോകത്തെ തന്നെ രക്ഷിച്ചിരിക്കുകയാണ്. എല്ലാം നശിച്ചു. കുഴപ്പമില്ല, ഞാൻ വേറെ ഉൽക്ക ഉണ്ടാക്കും. എനിക്കതിന് ആരും ഹെൽപ്പ് വേണ്ട. അത് നീ അടുത്ത ജന്മത്ത് മാത്രമേ പറ്റുള്ളൂ. കാരണം നിന്റെ ഈ ജന്മം മുഴുവൻ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. സംശയമുണ്ടോ? എനിക്ക് താങ്ക് യു. ഞങ്ങൾക്ക് ഹെൽപ്പ് വേണ്ട. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ജയിലിൽ കൊണ്ടുപോകും? സ്പേസ് ട്രിപ്പ് തകർന്നു പോയില്ലേ? എന്നെ വെറുതെ വിട്. എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട. ബണ്ണി, സ്റ്റാർട്ട് ചെയ്യേ. അയ്യോ, ദേ അവര് നമ്മളെ മാസ്റ്ററിനെ കൊണ്ട് പോകുന്നേ. അയ്യോ, ആ കാണുന്നതാണ് നമ്മുടെ സുന്ദരമായ ഭൂമി. അത് അങ്ങോട്ട് നോക്കൂ, ടീം എക്സ് വരുന്നുണ്ട്.
ഇവിടെ വരൂ. നിങ്ങൾ ലോകത്തെ രക്ഷിച്ചിരിക്കുന്നു. ഈ ചെറിയ ലെമ്പുവിനെ ഒരു പാഠം പഠിപ്പിച്ചു. എന്റെ ഹൃദയത്തിന്റെ തീരത്ത് അഭിമാനത്തിന്റെ ഒരു വില്ല തന്നെ നിങ്ങൾ പണി കഴിപ്പിച്ചു. വളരെ നന്നായി. Wow, T-Max, I love you. Me too. അവള് നിങ്ങളോടല്ല ടീം എക്സിനോടാണ് പറഞ്ഞത്. ഇന്നലെ കഴിച്ച ചക്കപ്പുഴുക്ക് കാരണം ഞാൻ ഇന്ന് ഛർദിച്ചു. നിങ്ങൾ ഈ ലോകത്തെ ഒരിക്കൽ കൂടി രക്ഷിച്ചു. അടികൈ. ഈഷ്, പിടിക്കുവനെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. എന്റെ കയ്യിൽ നിന്ന് വിടെ, എനിക്കൊരു ഹെൽപ്പ് വേണ്ട. ഓഹോ, വളരെ സന്തോഷമുണ്ട്. Thank you, T-Max. വളരെ സന്തോഷമുണ്ട്. ചേട്ടാ, Thank you, ഇവിടെ എവിടെയോ T-Max. കണ്ടിട്ടുള്ള പോലെ ഉണ്ടല്ലോ അല്ലേ? ശരിയാണല്ലോ. നിങ്ങളൊക്കെ ആരാണ്? ആ മുഖം ഞങ്ങൾക്കൊന്ന് കാണിക്കാമോ? വേഗം വിട്ടോ, ഇല്ലെങ്കിൽ കണ്ണി വെളിച്ചത്താവും. ഗുഡ് ബൈ. ഇനിയും ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ബൈ 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 ബൈ.